ഹലോ ഗൈസ്, അപ്പോൾ ദേ നമ്മൾ പഴനിയിൽ നിന്ന് തൊഴുതൊക്കെ ഇറങ്ങി രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അതിന് ശേഷം ദേ നമ്മൾ അവിടെ നിന്ന് വീണ്ടും പുറപ്പെട്ടു. അപ്പം സമയം വളരെ എന്താ പറയുക 9:30 ആയിട്ടുള്ളൂ. ഞങ്ങൾക്ക് ഒട്ടും തിരക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പഴനിയിൽ തൊഴാനൊന്നും. അപ്പോൾ സമയം 9:30 ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി 10-11 മണിയോടുകൂടി നമ്മൾ പഴനിയിൽ നിന്ന് തിരിച്ചു വിട്ടു. അപ്പം നമ്മൾ നേരെ പോകണത് പൂണ്ടിയിലേക്കാണ്. കൊടൈക്കനാൽ ത്രൂ പൂണ്ടിയാണ് പോകണത് കേട്ടോ. അതായത് കൊടൈക്കനാലിൽ നിന്ന് പിന്നെ പൂണ്ടിക്കാണ്, അവിടെയാണ് നമുക്ക് സ്റ്റേ. അപ്പം നമ്മൾ ഉച്ചയായി പിന്നെ വരുമ്പോൾ ഇടയ്ക്കൊക്കെ ചായ കുടിക്കാൻ നിർത്തി. പിന്നെ ഉച്ചയ്ക്ക് നമ്മളൊരു ഹോട്ടലിൽ കയറി ഫുഡ് അടിക്കാൻ കയറിയതാണ്. പിന്നെ അതിനുശേഷം ഫുഡ് അടിച്ചപ്പോൾ എല്ലാവർക്കും വൈബ് ഓണായിട്ടുണ്ട്. പിന്നെ കൊടൈക്കനാൽ കയറ്റായതുകൊണ്ടും തന്നെ നല്ല തണുപ്പ് വന്നു തുടങ്ങിയിട്ടോ. ഉച്ചയ്ക്ക് ശേഷം നല്ല തണവായിരിക്കും അവിടെ. അപ്പോൾ ഇവിടെ ഓരോരുത്തർ ഡാൻസ് കളിക്കാനൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഫുഡ് അടിച്ചതിന് ശേഷം ഒരു റിലാക്സേഷൻ. അപ്പോൾ നമ്മുടെ ഔട്ടർ വ്യൂ എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക ഭയങ്കര സൂപ്പറാണ് കേട്ടോ. കുറേ ഉണ്ടായിരുന്നു, നമ്മൾ കുറച്ചൊക്കെ ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ അങ്ങനെ നമ്മളിതേ പൂണ്ടിയിലെത്തുമ്പോൾ ഏകദേശം ഒരു 4 മണി അത്രയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പൂണ്ടിയിലെത്തിയതും പെട്ടെന്ന് തന്നെ എന്താ പറയുക സമയം ഇരുട്ടായി. കാരണം നമുക്ക് അധികം ഒന്നും അവിടുത്തെ വ്യൂസൊന്നും നമുക്ക് ആസ്വദിക്കാൻ പറ്റിയില്ല, വേഗം ഇരുട്ടായത് കൊണ്ട് തന്നെ. പിന്നെ ഇതാണ് നമ്മൾ താമസിച്ച വീട്. ഈ വീടിനൊരു പ്രത്യേകത അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അറിയാവുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ പ്രത്യേകത ഒന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ പൂണ്ടി എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം ബ്രദർ അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് കുറച്ച് മീൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടായിരുന്നതും ഒക്കെ വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മമാർ അടുക്കളയിൽ ഭയങ്കര കസരത്താണ്. പിന്നെ ഇത് ചേട്ടൻ്റെ സ്പെഷ്യൽ ഗീ റൈസ് അതാണ് കേട്ടോ. പിന്നെ ഞാനും ശമരിയോടെ എന്താ പറയുക സർലാസൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുന്നുണ്ട്. നമ്മൾ സർലാസ് പണിയിലാണ്. സലാഡൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരുക്കങ്ങളാണ്. ഞങ്ങൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ ഇവിടെ ഫുൾ പാട്ട് നല്ല ഒരു വൈബിലാണ് നമ്മളവിടെ നിൽക്കുന്നത്. അപ്പുറത്തവിടെ മീൻ കറിയുണ്ട്, തലക്കറിയുണ്ട്. അങ്ങനെ എല്ലാം സെറ്റായി നമ്മൾ ഫുഡ് അടിക്കായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ സ്ത്രീകൾ കഴിക്കാൻ വെച്ചു, ലേഡീസ് ഫസ്റ്റ്. അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ നിന്നു. ഉണ്ണികളൊക്കെ ഉറങ്ങി. പക്ഷേ എൻ്റെ മോൾ മാത്രം ഉറങ്ങാതെ ഒക്കത്തിരുന്നു കൊണ്ട് അവൾ കഴിച്ചൊക്കെ കണ്ട് രസിക്കുകയാണ് കേട്ടോ. അവൾ ഉറങ്ങുമ്പോൾ അത്യാവശ്യം നേരമായിട്ടുണ്ടായിരുന്നു. നമ്മുടെ ക്യാമ്പ് ഫയറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ആളൊന്ന് ഉറങ്ങിയത്. അപ്പം അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവിടെ 2 പെറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ പെറ്റ്സ് ഉണ്ട് അവർക്ക്. അപ്പോൾ അതുകൾ അവിടെ കിടക്കുന്നുണ്ട്. അതിന് ശേഷം ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ നല്ല തണവാണ്. എല്ലാവരും കോട്ടിലാണ്, കോട്ടൊക്കെ ഇട്ട് മരവിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ഒന്ന് ചൂടാവാമല്ലോ എന്ന് വെച്ചിട്ട് ഫയർ ഇട്ടു. ഫയറിൻ്റെ ചുറ്റി ഇരിക്കുകയാണ്. നമുക്ക് അത്രയും തണവുണ്ടായിരുന്നു മഴ പെയ്തതുകൊണ്ട് തന്നെ. ഉച്ചയ്ക്ക് ശേഷം അവിടെ മഴ പെയ്തു. അപ്പം നല്ല തണവ്. എല്ലാവരും ഒന്ന് ചൂടായതിന് ശേഷം നമുക്കൊന്ന് ക്യാമ്പ് ഫയറും ഇതിയൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഒന്ന് ചൂടാവാൻ വേണ്ടിയിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ തീയൊക്കെ ഒന്ന് കത്തി വരുന്നുണ്ടായിരുന്നു. അതിനുശേഷം അടിച്ച് പൊളിച്ച് നമ്മൾ അപ്പോൾ ഇതിൻ്റെ പാർട്ട് 1 കയറി കാണണം. അതുപോലെ ഫുൾ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, അതും കയറി കാണണം കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എന്താ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ട്രിപ്പ് ഡേ 2 വിശേഷങ്ങളായിട്ട് കാണാം കേട്ടോ. ബൈ.